മാന്യ സഹോദരി സഹോദരന്മാരെ, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള കോടതിയാണ് ശിക്ഷ മാറ്റിവെച്ചത്. അവിടെ മുസ്ലിങ്ങൾക്കൊപ്പമെന്നോ ഹൈന്ദവർക്കൊപ്പമെന്നോ ക്രൈസ്തവർക്കൊപ്പമെന്നോ മറ്റൊന്നും ഇല്ല, മനുഷ്യർക്കൊപ്പം. ഒരൊറ്റ ഫോൺ കോൾ AP അബൂബക്കർ മുസ്ലിയാർ തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചു. പിന്നീട് സംഭവിച്ചത് അത്ഭുതം. യമനിൽ വധശിക്ഷ വിധിച്ച നിമിഷപ്രിയയ്ക്ക് ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ വരെ കൈവിട്ട കേസ്. അവസാനം ആ മനുഷ്യന്റെ ഫോൺ കോളിലൂടെ വധശിക്ഷ റദ്ദാക്കി, അതും കപ്പൽ മുക്കുന്ന ഹൂതികളുടെ നാട്ടിൽ. എന്നാൽ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടിയെ ആരും മറക്കാനിടയില്ല. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി എത്രമാത്രം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ വീഡിയോ കണ്ടാൽ മാത്രം മതി. റിയൽ ഹീറോസ് എന്നാണ് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയത് കാന്തപുരം ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് എത്ര കോടി വരുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാനാകും. എത്ര ആയാലും മലയാളികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. 2017 നടന്ന കൊലപാതകമാണ് നിമിഷപ്രിയയ്ക്ക് കുരുക്കായത്. നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിനുള്ള തെളിവുകളുമുണ്ട്. ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം. ഇയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെയായപ്പോൾ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കോടതിയിൽ പറഞ്ഞത്.